ഹലോ ഫ്രണ്ട്സ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, നമ്മുടെ ബാലരാമപുരത്താണ്. അവിടുത്തെ അവസ്ഥ കണ്ടോ നിങ്ങൾ? ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പേര് പോലെ തന്നെ എന്താണ്, നമ്മുടെ നെയ്ത്തുശാലകളുടെ കലവറയാണ് നമ്മുടെ ബാലരാമപുരം അല്ലേ? അപ്പോൾ ഇവിടുത്തെ തെരുവിലൂടെ ഞങ്ങൾ കുറേ നടന്നു കേട്ടോ. വേറൊന്നിനുമല്ല, നമുക്ക് ഓണത്തിന് ഉടുക്കാൻ ഒരു സാരി വേണം, അതിന് തന്നെയാണ്. പക്ഷേ ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ചാൽ ഏത് കടയിൽ കേറും എന്നുള്ളതാണ്. അപ്പോൾ തെരുവിന്റെ 2 സൈഡും ഈ ഒരു സെറ്റ് സാരികളുടെ കളക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കടയിൽ കേറി, വേറെ കടയിൽ കേറി, അങ്ങനെ എല്ലാ കടകളിലും കേറി ഇറങ്ങി തന്നെ പറയാം കേട്ടോ. ഒന്നും ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല, ഇഷ്ടപ്പെട്ടത് കൂടുതലായത് കൊണ്ടാണ്. ഒരു കടയിൽ കേറുമ്പോൾ വിചാരിക്കും അടുത്ത കടയിൽ ഇതിനെക്കാളും കളക്ഷൻ ഉണ്ടെങ്കിലോ എന്നുള്ള രീതിയിലാണ് ട്ടോ കേറുന്നത്. അങ്ങനെ നമ്മുടെ തെരുവിൽ കൂടെ നടന്നപ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് ഇത്. 250 രൂപയ്ക്കും 350 രൂപയ്ക്കൊക്കെയാണ് ട്ടോ റേറ്റ് ഇട്ടിട്ടുള്ളത്. അതായത് നമ്മുടെ ഓരോ സ്റ്റോക്ക് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള പഴയ മോഡൽസ് ആണ് അവർ ഇട്ടിരിക്കുന്നത്, കാണുമ്പോൾ തന്നെ അറിയാം. എന്നാലും അതിനെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല 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 കളക്ഷൻസ് ഉണ്ടായിരുന്നു ട്ടോ. 350 രൂപയുടെ സാരിയിലൊക്കെ നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ആയിട്ടുള്ള സെറ്റ് സാരീസും സെറ്റ് മുണ്ടൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നേരെ നടന്ന് നമ്മുടെ അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ. ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ട്ടോ ഈ ഒരു അമ്പലത്തിന്റെ സൈഡിലൊക്കെ പോകുന്നത്. സാധാരണ പോയിട്ട് ആ ഫസ്റ്റ് കാണുന്ന ഒന്നോ രണ്ടോ കടകളിലൊക്കെ കേറിയിട്ട് വാങ്ങും. എന്നിട്ട് ഈ അമ്പലത്തിന്റെ സൈഡിലൊക്കെ നിറയും നെയ്ത്തുശാലകൾ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കടയിൽ, കടയെന്ന് പറയാൻ പറ്റത്തില്ല, ഇതൊരു നെയ്ത്തുശാലയും കൂടിയാണ്. അവർ തന്നെ ആ, കൈത്തറിയൊക്കെ ചെയ്ത് എടുക്കുന്ന സാരീസാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെ കയറിയപ്പോൾ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. അതായത് സാധനം വാങ്ങാൻ തിരക്കില്ല, പക്ഷെ ബില്ല് കൗണ്ടറില്ലേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ നല്ല, പക്ഷെ നമുക്ക് മനസ്സിൽ വിചാരിക്കുന്ന ഏത് സാധനം ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. അങ്ങനെ കുറേ നെയ്ത്തുശാലകൾ തന്നെ ഉണ്ടായിരുന്നു. അവരവിടെ തന്നെ കൈത്തറി ചെയ്ത് അവിടെ തന്നെ വെക്കുന്ന കുറേ ഏറെ കടകളുണ്ട്. പിന്നെ നമുക്ക് എവിടെ ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഏതിൽ വില കുറച്ച് കിട്ടുമെന്നൊന്നും അറിഞ്ഞിടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കയറി ഇറങ്ങും. പിന്നെ ദാ ഈ ഒരു കടയുണ്ടല്ലോ, ഇതിലാണ് നമ്മുടെ ലക്ഷ്മി നായർ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗൊക്കെ ചെയ്യുന്നത് കേട്ടോ. അവരിങ്ങനെ സാധനങ്ങൾ സാരിയൊക്കെ വാങ്ങുന്ന വ്ളോഗ് ചെയ്യുന്ന കടയാണ് ഈ ഒരു കട. അപ്പം നമ്മൾ ഇവിടെയും കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെയും കേറി എല്ലാം നോക്കി വെച്ച് ഓരോ കടയിൽ കേറിയിട്ട് ഓരോ സാരി നോക്കി വെക്കും കേട്ടോ. അപ്പൊ ഡിസ്പ്ലേ ഇടുമ്പോൾ തന്നെ നല്ല രസമുള്ള സാരികളാണ് ഡിസ്പ്ലേ ഇട്ടിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ എല്ലാം അങ്ങ് വാങ്ങാൻ തോന്നും കേട്ടോ. അമ്മാതിരി കളക്ഷൻസ് ആണ് ഓരോ കടകളിലും ഉള്ളത്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ ഒരു ടിഷ്യൂ ടൈപ്പ് വന്നിട്ടുള്ള ഈ ഒരു സാരി. ബ്ലൂ കളർ, നല്ല കളറായിരുന്നു കേട്ടോ. കാണുമ്പം കുറച്ചും കൂടി ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ ഓരോ സാരി എടുത്ത് വെച്ചിട്ട് ഓരോ കളർ എടുക്കുമ്പം ഇതിനേക്കാളും നല്ല ഭംഗിയാണ് വേറൊരു കളർ എന്ന് വിചാരിച്ചിട്ട് 2ഉം 3ഉം സാരി എടുത്തിട്ട് അതിൽ ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് കുറച്ചുകൂടി ഭംഗിയുണ്ടെന്ന് നോക്കി എടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പാടുള്ള കാര്യം. അങ്ങനെ കണ്ടില്ലേ, ഇവിടെ നിവർത്തി വെച്ചിരിക്കുകയാണ് ദാ 3, 4 കളർ. ഇതിൽ ഏത് കളർ കുറച്ചുകൂടി കൊള്ളാം കൊള്ളാം എന്ന് സെലക്ട് ചെയ്തായിരുന്നു പകുതി സമയവും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സാധനം വാങ്ങി. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എന്താ, ഈ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ശരിക്കും ഇതിന്റെ ഡിസ്പ്ലേ ഇട്ടിരിക്കുന്ന ഈ ഒരു സെറ്റ് മുണ്ടും കണ്ടില്ലേ, ഇതിലുള്ള ഏതെങ്കിലും ഒരെണ്ണം വാങ്ങാന്നുള്ള രീതിയിലാണ് ഞാൻ കയറിയത്. എനിക്ക് ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക് വരുന്ന സെറ്റും മുണ്ടും ബോർഡറൊന്നും ഇല്ലാതെ ചെറിയ ഡിസൈനുള്ള സെറ്റും മുണ്ടും വാങ്ങണം എന്നുള്ള ആഗ്രഹം ആദ്യം കടയിൽ പോകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കടയിൽ കയറാന്ന് വിചാരിച്ചു. ഡിസ്പ്ലേ കണ്ടിട്ടാണ് കയറുന്നത്. അപ്പൊ അകത്ത് കയറിയപ്പോഴത്തേക്കും ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോയി കേട്ടോ. പിന്നെ ഈ ഒരു ബ്രൗൺ ഉണ്ടല്ലോ, അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഈ ഒരു കളക്ഷൻ കണ്ടില്ലേ, നമ്മളെ ഒരു ആം, റോസ് ഗോൾഡിന്റെ ബോർഡർ വന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻസ് കണ്ടപ്പം എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ബാക്കി ഇതൊക്കെ അങ്ങ് പോയി കേട്ടോ. അപ്പൊ ഇതിന് ഞാനൊരു പർപ്പിൾ കളറായിട്ടുള്ള ഒരു റോസ് ഗോൾഡിന്റെ ഒരു സെറ്റ് മുണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ അത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ആ ഒരു കടയിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത്. അപ്പം ഇതാണ് ആ ഒരു സാധനം. പക്ഷേ ഫോട്ടോയില് പിക്ചറിൽ അത്ര ഒരു ഇത് കാണിക്കുന്നില്ലെങ്കിൽ നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ ഈ ഒരു സംഭവം?